ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ട്യൂൺസ് ഓഫ് ലൈഫ്. നമ്മളിന്ന് കന്യാകുമാരിയിലേക്കുള്ള ഒരു യാത്രയാണ് വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കന്യാകുമാരി തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ദൂരത്തിലാണ് കന്യാകുമാരി ഉള്ളത്. കന്യാകുമാരി നമ്മുടെ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ്. കന്യാകുമാരിക്ക് മറ്റൊരു പേര് കൂടെയുണ്ട്, കേപ്പ് കോമറിൻ എന്ന വേറൊരു പേര് കൂടി കന്യാകുമാരിക്കുണ്ട്. ഇത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൽ ആണ് വരുന്നത്. മുന്നേ ഇത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ അത് കന്യാകുമാരിയിലാണുള്ളത്. നമ്മൾ ഏകദേശം കന്യാകുമാരിയിലേക്ക് എത്താറായിരിക്കുന്നു. നമ്മളിപ്പോൾ കന്യാകുമാരിയിലേക്ക് ഓൾമോസ്റ്റ് എത്താറായി കഴിഞ്ഞു. ഇപ്പോൾ കന്യാകുമാരിയുടെ അതിമനോഹരമായ കടലും അതിൻ്റെ ദൃശ്യങ്ങളുമാണ്. തിരുവള്ളുവാർ സ്റ്റാച്യുവും വിവേകാനന്ദ റോക്കും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് ക്യാമറയിലേക്ക് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എനിക്ക് ഇതെടുക്കാനുള്ള വൈദഗ്ധ്യക്കുറവ് തന്നെയാണ്. എല്ലാവരും അത് ക്ഷമിക്കുക. മുന്നോട്ടുള്ള വീഡിയോസ് കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അതിമനോഹരമായ കടലാണ് കന്യാകുമാരി. ധാരാളം ആൾക്കാർ ഇവിടെ നിത്യവും വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. കന്യാകുമാരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കന്യാകുമാരി ദേവി ടെമ്പിളാണ്. ഇന്ന് ടെമ്പിളിൽ ധാരാളം ആളുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനത് ഇതിലെടുത്തിട്ടില്ല. എന്നാലും ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ മതിലുകൾ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. കന്യാകുമാരി ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർവതി ദേവിയുടെ വെർജിൻ ഫോമാണ് ഇവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ബാണാസുരൻ എന്ന അസുരനെ നിഗ്രഹിക്കാനാണ് ദേവി ഇവിടെ പിറവിയെടുത്തത് എന്നാണ് പറയുന്നത്. പിന്നെ ശിവൻ്റെ മഹാദേവനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവുമായി ദേവി വെയിറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ബാണാസുര നിഗ്രഹത്തിന് ശേഷം ദേവിക്ക് പരമശിവൻ അവിടെ എത്താൻ വൈകുകയും ആ ദേഷ്യത്തിൽ ദേവി ആഹാരപദാർത്ഥങ്ങളെല്ലാം വലിച്ചെറിയുകയും അതാണ് പല വർണ്ണങ്ങളിലുള്ള കല്ലുകളായൊക്കെ മണൽ തീരത്തുള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. പിന്നെ സംഘകാലത്തിൽ തന്നെ കന്യാകുമാരി ഒരു നല്ല പട്ടണ പ്രദേശമായിരുന്നു എന്ന ഒരറിവ് കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കന്യാകുമാരിയിലേക്ക് നമ്മൾ പോയാൽ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകളാണ്. എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തോ പരിസരത്തോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഒന്ന് റിലാക്സേഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കന്യാകുമാരിയിലേക്ക് വന്നാൽ വളരെ ആനന്ദകരമായ 1, 2, 3 മണിക്കൂർ നമുക്ക് ഇവിടെ ചിലവഴിക്കാവുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൺസെറ്റ് വ്യൂവും അതുപോലെ തന്നെ സൺറൈസുമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ, വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. എന്തുകൊണ്ടും കന്യാകുമാരി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഞാനിത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. എനിക്കും എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുകയാണെങ്കിൽ ഞാനും ഇവിടെ പോകാറുണ്ട്. അതിമനോഹരമായ കടലാണ് ഈ കടലിൻ്റെ പ്രത്യേകത. 3 കടലുകൾ ഒന്നിക്കുന്നതാണ് കന്യാകുമാരി. ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും ഓരോ കഥകൾ പറയാനുണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ അതിമനോഹരമായ ഗാന്ധി മണ്ഡപം, ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഹൗസും ഇവിടെയുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് കന്യാകുമാരി ദേവിയുടെ മൂക്കിൽ അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിയെക്കുറിച്ചാണ്. അതീവ തിളക്കമാർന്ന ഒരു മൂക്കുത്തിയാണിത്. ഈ മൂക്കുത്തിയുടെ പ്രകാശം കണ്ടുകൊണ്ട് ധാരാളം കപ്പലുകൾ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ആ കപ്പലുകളെല്ലാം പാറയിൽ തട്ടി തകർന്നു പോയതുമായാണ് ചരിത്രം പറയുന്നത്. അത്രയ്ക്ക് തിളക്കമാർന്ന മൂക്കുത്തിയാണിത്. ഇത് ഒരു രാജവെമ്പാലയിൽ നിന്നാണ് ഈ മൂക്കുത്തി ലഭിച്ചതെന്നൊരു ഐതിഹ്യവുമുണ്ട്. കന്യാകുമാരി ദേവിയുടെ ചിത്രം കടലിൽ നിന്ന് കാണാവുന്ന തരത്തിൽ തിളങ്ങുന്ന ഒരു വജ്ര മൂക്കുത്തി ധരിച്ചാണ് എപ്പോഴും കാണപ്പെടുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി പുരുഷ സന്ദർശകർ ഷർട്ട് ധരിക്കുകയും ധോത്തി ധരിക്കുകയും വേണം. ഇവിടുത്തെ സ്നാനഘട്ടത്തിൽ കുളിക്കുന്നത് പ്രത്യേകിച്ചും ശുഭകരമാണ്. ഇനി പറയാനുള്ളത് ഗാന്ധി മണ്ഡപം. ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ
ഗാന്ധി മണ്ഡപം സ്മരണയ്ക്കായി തീർത്തിട്ടുള്ള ഗാന്ധി മണ്ഡപം വളരെയധികം ഫേമസ് ആണ്. കടലിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം വെച്ച ശുഭ്രമായ സ്ഥലത്ത് സൂര്യൻ പതിക്കുന്ന തരത്തിലാണ് ഈ ഗാന്ധി മണ്ഡപം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള വിശേഷം. എല്ലാവരും എൻജോയ് ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ ബൈ. സീ യു അഗെയിൻ. ഗോഡ് ബ്ലെസ്. ടേക്ക് കെയർ.